ഹരേ നാരായണ. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിൽ നിന്ന് കേട്ടറിഞ്ഞ ശേഷം അർജുനൻ ഭഗവാനെ പരബ്രഹ്മമായിട്ട് മനസ്സിലാക്കി അംഗീകരിച്ചു. എല്ലാ ജീവസത്തകളും ബ്രഹ്മം തന്നെയാണ്, അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ അംശങ്ങൾ തന്നെയാണ്. എന്നാൽ പരമമായിട്ടുള്ള ജീവവസ്തു, അതായത് പരമദിവ്യോത്തമ പുരുഷനാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. പരമധാമം എന്നാൽ എല്ലാറ്റിൻ്റെയും പരമമായിട്ടുള്ള വിശ്രമ സ്ഥാനം അല്ലെങ്കിൽ വിശ്രമ കേന്ദ്രം എന്നാണ് അർത്ഥം. പവിത്രം എന്നാൽ പരിശുദ്ധമായത്, അതായത് ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങളാൽ കളങ്കപ്പെടാത്തവനാണ് ഭഗവാൻ. ഭഗവാൻ കളങ്കപ്പെട്ടു എന്ന് നമുക്ക് തെറ്റിദ്ധാരണ തോന്നാൻ കാരണം നമ്മളെ മായ ബാധിച്ചത് കൊണ്ട് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഭഗവാൻ എല്ലാ ലീലകളും ഭൂമിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം അതിലൊന്നും കളങ്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുക. മായയ്ക്ക് അതീതനാണ് ഭഗവാൻ. പക്ഷേ മനുഷ്യൻ മായയിൽ കുടുങ്ങിപ്പോകുന്നു. അതാണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. പുരുഷൻ എന്നാൽ പരമമായിട്ടുള്ള ഭോക്താവ്, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഈശ്വരൻ, ഓരോ ജീവജാലങ്ങളുടെയും ശരീരങ്ങളിൽ ജീവസ്വരൂപത്തിൽ കുടികൊള്ളുന്നവൻ എന്നർത്ഥം. ശാശ്വതം എന്നാൽ അനശ്വരമായത്, നശിക്കാത്തത്. ദിവ്യം എന്നാൽ അതീന്ദ്രിയം. ആദിദേവൻ എന്നാൽ പരമദിവ്യോത്തമ പുരുഷൻ. അജൻ എന്നാൽ ജന്മമില്ലാത്തവൻ, ജനിക്കാത്തവൻ, മരിക്കാത്തവൻ. വിഭു എന്നാൽ മഹത്തമനായിട്ടുള്ളവൻ. ഇതാണ് ആ വാക്കുകളുടെ താല്പര്യം. ഹരേ കൃഷ്ണ.